കല്യാണം കഴിക്കുന്നത്, അല്ലെങ്കിൽ റോബോട്ടിനെ പ്രണയിക്കുന്നത്, പ്രസവിക്കാൻ ശേഷിയുള്ള റോബോട്ടുകൾ. അപ്പോൾ ഇത് ഒരു ചലഞ്ചിങ് അല്ലേ? ഹോളി ഫാദർ പറഞ്ഞത് എങ്ങനെയാണ്? AI മനുഷ്യനെ സെർവ് ചെയ്യാനായിരിക്കണം, റീപ്ലേസ് ചെയ്യാൻ ആയിരിക്കരുത്. ദിസ് ഈസ് ഓൾ സയൻസ് ഫിക്ഷനിൽ ഇപ്പോൾ നമ്മൾ വായിക്കണേയായിരിക്കാം. പക്ഷേ സയൻസ് ഫിക്ഷനിൽ ഒരു കാലത്ത് പറഞ്ഞ കാര്യങ്ങളാണ് പിന്നീട് യാഥാർത്ഥ്യങ്ങളായി വരുന്നത്, അല്ലേ? അവിടെ ഒരു ഡിജിറ്റൽ ഡിവൈഡും വരാൻ സാധ്യതയില്ല. ഇപ്പം AI ഉള്ളവൻ യുദ്ധത്തിന് ജയിക്കും, അല്ലാത്തവൻ മരിച്ചു വീഴും. ആ ഒരു ഉറപ്പായിട്ടും. അതുകൊണ്ടാണല്ലോ ഇനിയുള്ള യുദ്ധം എന്ന് പറയുന്നത് അത് തോക്കുകൾ തമ്മിലുള്ള യുദ്ധമല്ലല്ലോ, ബോംബുകൾ ഇട്ടുകൊണ്ടുള്ള യുദ്ധമല്ല. ഇനി വരാൻ പോകുന്ന യുദ്ധം AI-യിൽ ആരും മുമ്പന്തിയിൽ നിൽക്കുമെന്നുള്ളതാണ്. അച്ഛാ, അതുപോലെ തന്നെ ചില AI ചാറ്റ് ബോട്ട്സ് ഉണ്ട്, ചില ആപ്പുകളൊക്കെ ഉണ്ട്. ഇപ്പം നമുക്കൊരു ലൈംഗിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സെക്ഷൽ പ്ലഷേഴ്സിന് വേണ്ടിയിട്ട് ഏകാന്തത അനുഭവിക്കുന്നവർക്ക് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ആപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഓക്കെ, നമുക്കൊരു ഇമോഷണലി ഒരു സപ്പോർട്ട് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്, ഒരു ഫ്രണ്ട്ലി ചാറ്റിലുപരിയും ചിലപ്പം അല്ലാതെയുള്ള ഒരു സന്തോഷം നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ശരിയാണോ തെറ്റാണോ? തെറ്റുണ്ടോ അതിൽ? തെറ്റുണ്ടോ അതിൽ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഒരിക്കലും അത് നമ്മുടെ ഡെവലപ്മെൻറ്റിന് നമ്മളെ സഹായിക്കുന്നില്ല. ഒരു റിയൽ മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ ഒരു അഡിക്ഷനുള്ള സാധ്യത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടി ഉൾവലിയാൻ, മനുഷ്യരിൽ നിന്ന് ഉൾവലിഞ്ഞ് ഒരു ചാറ്റ് ബോട്ടിനോട്, ജീവനില്ലാത്തൊരു ബോട്ടിനോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ റിയൽ പീപ്പിളുമായിട്ട് ഇടപെടാനുള്ള താല്പര്യക്കുറവ് വരും. ഞാൻ ഇത് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു ഉദാഹരണം വന്നത് ഞാൻ പറഞ്ഞാൽ നല്ല ക്ലാരിറ്റി വരും. ഞാൻ ഒരിക്കൽ എൻ്റെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ എനിക്കൊരു മെസ്സേജ് വരുന്നു, ഹായ് ഫാദർ എന്ന് പറഞ്ഞു. അപ്പോൾ ആരോ എനിക്ക് മെസ്സേജ്, ഞാൻ ഹായ് എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പരിചയപ്പെടുത്തുന്നു, ഞാനിപ്പോൾ +1 പഠിക്കുന്ന ഒരു പയ്യനാണ്, ബോയാണ് എന്ന് പറഞ്ഞു. ഫാദറിൻ്റെ പ്രൊഫൈൽ കണ്ട് ഞാൻ, അപ്പോൾ എൻ്റെ അന്നെൻ്റെ പ്രൊഫൈൽ ഓപ്പണാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെറുതെ ഞങ്ങൾ കുറച്ച് നേരം ചാറ്റ് ചെയ്തു. അപ്പോൾ അവൻ എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കട്ടെ എന്ന് വെച്ചാൽ അയച്ചു. ഞാനത് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അവൻ എൻ്റെ ആരായി മാറി? ഫേസ്ബുക്ക് ഫ്രണ്ടായിട്ട് മാറി. പിന്നെ വല്ലപ്പോഴും ഹലോ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹലോ ഭക്ഷണം കഴിച്ചോ, ഇങ്ങനെയൊക്കെ വെറുതെ വല്ലപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയക്കും. അപ്പോൾ ഞാനും അവന് മെസ്സേജ് അയക്കും. അപ്പോൾ ടെക്നിക്കലി അവൻ ആരാണ്? എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്, എൻ്റെ ഫ്രണ്ടാണ്. ഓക്കെ. ഞാൻ ഒരിക്കൽ ഒരു സ്കൂളിൽ +1 +2 പിള്ളേർക്ക് ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്താൻ വേണ്ടി പോയി. അപ്പോൾ ആ ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞ് ഒരു 1 ഡേ ഫുൾ ഒരു സെമിനാറായിരുന്നു. അപ്പോൾ അവർക്ക് മോട്ടിവേഷണൽ സെമിനാറായിരുന്നു, ഇൻട്രാക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് എൻ്റെ മുറി വരുവാണ്. മുറി വന്നു കഴിഞ്ഞ് ഞാൻ ലാപ്ടോപ്പ് ഓണാക്കി നോക്കുമ്പോഴത്തേക്കും എൻ്റെ അകത്ത് ഹലോ ഫാദർ എന്നൊരു മെസ്സേജ്. ഈ പയ്യനാണ്. അപ്പോൾ ഞാൻ ഹായ് എന്ന് തിരിച്ചയച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നത്തെ ക്ലാസ് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കുന്നു, നീ അവിടെ ഉണ്ടായിരുന്നോ? യെസ്, ഞാൻ അതിലുണ്ടായിരുന്നു, ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പം ഞാൻ എന്തായിരിക്കും ഞാൻ അടുത്ത് ചോദിക്കേണ്ടത്? എന്താ നീ എന്നെ കാണാൻ? എക്സാക്ട്ലി. ഞാൻ ചോദിച്ചു, നീ എന്താ എന്നോട് വന്ന് മിണ്ടാഞ്ഞത്? നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? മറുപടി ഇല്ല. അപ്പോൾ അവൻ ചുമ്മാ എന്ന് പറഞ്ഞു. അതായത് അവന് ഡിജിറ്റൽ സ്പേസിൽ എന്നോട് മിണ്ടാൻ അവന് പറ്റും, പക്ഷെ ഒരു റിയൽ ലൈഫിൽ എൻ്റെ മുന്നിൽ വന്ന് എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ അവനാ സ്കില്ലില്ല. അത് എങ്ങനെ എന്നെ വിലയിരുത്തുന്നു? അത് ആശാസ്യമാണോ? അതങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ഒരു അപകടം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ, ഇപ്പോൾ കഴിഞ്ഞ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ എറണാകുളത്തും അതുപോലെ തന്നെ പരിസരങ്ങളിലുള്ള കുറേ കോളേജുകളിൽ ഫസ്റ്റ് ഇയേഴ്സിന് അവരുടെ ഫസ്റ്റ് ഡേ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമുണ്ട്. അപ്പോൾ കുറേ കോളേജുകളിൽ ഞാൻ ഓറിയൻറ്റേഷന് പോയി. അലോസ് ആൻഡ് സേവിയേഴ്സ് കോളേജിൽ, ഭാരതമാതാ കോളേജിൽ, സിയന്ന കോളേജ്, അങ്ങനെ പല കോളേജ്, സെൻറ്റ് പോൾസ് കോളേജ് പോയി, കുറേ കോളേജിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊതുവേ ജനറലൈസ് ചെയ്ത് അങ്ങനെ ഒരു കോളേജിനെ എടുത്തു പറയുക അല്ലെങ്കിൽ ജനറലൈസ് ചെയ്ത് പറയുകയല്ല, കുറേ കോളേജുകളിൽ ഞാൻ പോയി. അപ്പോൾ അവിടെ ഞാൻ പൊതുവേ കണ്ടൊരു പ്രത്യേകത, ഇപ്പം ഞാൻ ആ പിള്ളേരെല്ലാവരും ഫസ്റ്റ് ഡേ വന്ന് അവർ ഓട്ടോമാറ്റിക്കലി അവർ പുതിയ കൂട്ടുകാരെ കാണാനും പരിചയപ്പെടാനും എക്സൈറ്റഡ് ആവേണ്ടതല്ലേ. സോ ഞാൻ അവർക്ക് ഇൻട്രാക്ഷൻസ് ഉള്ള ചാൻസ് കൊടുക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. എല്ലായിടത്തും അല്ല, ചില സ്ഥലങ്ങളിൽ എല്ലാവരും അല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വർഷം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ +2 പിള്ളേരുടെ മീറ്റുണ്ട്, വേദപാഠത്തിൻ്റെ +2 പിള്ളേരുടെ മീറ്റുണ്ട്, എലൈവ് എന്ന പേരിൽ. അത് ഈ വർഷം എല്ലാ സ്ഥലത്തും ഞാൻ തന്നെയാണ് 1 ഡേ പോകുന്നത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ 12 എണ്ണം കഴിഞ്ഞു, ഇനി 4 എണ്ണം കൂടി പോകാനുണ്ട്. അപ്പോൾ അവിടെ എൻ്റെ മുന്നിൽ ഒരു 500 യൂത്ത് 400 യൂത്ത് ഒക്കെ ഉണ്ടാവും, ഈ പിള്ളേർ +2 പഠിക്കുന്ന വേദപാഠം പിള്ളേർ. അപ്പോൾ അവർക്കും ഇൻട്രാക്റ്റീവായിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്യും. പക്ഷേ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താണ്, ഈ സോഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്.
അതിൻ്റെ സോഷ്യൽ കോഷ്യൻ്റ് എന്ന് പറയാം. പരിചയമില്ലാത്ത ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആളുകളോട് മുഖത്ത് നോക്കി സംസാരിക്കുക, മിണ്ടുക, ഇടപെടുക എന്നൊക്കെ ഉള്ളതൊരു നല്ല ഒരു സ്കില്ലാണ്. ഇന്ന് ഞാൻ പിള്ളേരോട് പറയാറുണ്ട്, നിങ്ങൾക്കൊരു കമ്പനി ജോലിക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പഠനത്തിൻ്റെ മാർക്ക് മാത്രം പോരാ, IQ മാത്രം നോക്കിയിട്ടല്ല, മറിച്ച് അതിനപ്പുറത്തേക്കുള്ള ഈ സ്കില്ലുകൾ. നിങ്ങളൊരു ബാങ്കിൽ നിങ്ങളെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് നോക്കുന്നത് നിങ്ങളുടെ പരീക്ഷയുടെ മാർക്ക് മാത്രമല്ല. കൊമേഴ്സിന് നിങ്ങൾക്ക് 100 ഔട്ട് ഓഫ് 100 ആണ് മാർക്ക് കിട്ടിയത്. പക്ഷേ ഒരു കസ്റ്റമർ കയറി വരുമ്പോൾ ആ കസ്റ്റമറിനോട് കണ്ണിൽ നോക്കി സംസാരിക്കാനും അയാളോട് പുഞ്ചിരിച്ച് കാണിക്കാനും അയാൾ നാളെയും ഇവിടെ വരാൻ പാകത്തിന് അയാളെ പെർസ്വേഡ് ചെയ്യാനുള്ള നിങ്ങൾക്ക് പെർസ്വേസീവ് സ്കില്ലോ കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ ആളുകളെ ആകർഷിക്കാനുള്ള അത്തരത്തിലുള്ള സ്കില്ലോ ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു എംപ്ലോയി എന്ന നിലയ്ക്ക് ആ ബാങ്കിന് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, നിങ്ങളവിടെ ഫെയിലിയറാണ്. മാത്രമല്ല നിങ്ങൾക്ക് അവിടെയുള്ള ബാങ്കിലുള്ള മറ്റുള്ള ആൾക്കാരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും ടോളറേറ്റ് ചെയ്യാനും വിട്ടുവീഴ്ച ചെയ്യാനും അവരോട് ഇടപെടാനുമുള്ള പീപ്പിൾ സ്കിൽ അത് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളൊരു ഫെയിലിയറാണ്. അപ്പോൾ ഇതും കൂടി ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ വളർത്തിക്കൊണ്ട് വരണം. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്. അപ്പോൾ ഈ കുട്ടികൾ 12 വർഷമൊക്കെ പഠിച്ച പിള്ളേരാണല്ലേ സ്കൂളിൽ. പക്ഷേ ഒരു പുതിയ അന്തരീക്ഷത്തിൽ വന്നിട്ട് എനിക്ക് പരിചയമില്ലാത്ത ഒരു പെൺകുട്ടിയുടെ മുന്നിൽ ഞാൻ പറഞ്ഞ ഒരു ബോയും ഗേളും ഒരുമിച്ച് മുഖത്തോട് പോകുന്ന നിൽക്കുക. യു വോണ്ട് ബിലീവ്, പിള്ളേരിങ്ങനെ ചില പിള്ളേർ ബോയ്സ് പ്രത്യേകിച്ചും അവരിങ്ങനെ ചൂളുവാണ്. അവർക്ക് എന്ത് സാധിക്കുന്നില്ല, ഒരു റിയലായിട്ടുള്ള അവരുടെ സമപ്രായക്കാരായിട്ടുള്ള മറ്റൊരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി നിന്നിട്ട് ഹലോ എന്ന് പറഞ്ഞ് മിണ്ടാൻ പറ്റാതെ കണ്ണ് വെട്ടിച്ച് അവരിങ്ങോട്ട് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. പിടിച്ച് നിർത്തിയാലും നിർത്തില്ല. പെൺകുട്ടികൾക്ക് അത്ര ഞാൻ കണ്ടില്ല. അതുപോലെ തന്നെ കുറച്ച് പേര് ആളുകൾ മുന്നോട്ട് വരാമോ, ഒന്ന് സ്റ്റേജിലേക്ക് വരാമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരു സ്ഥലത്ത് ഞാൻ കണ്ടു ഒരു ഗ്രൂപ്പുകൾ തിരിച്ചായിരുന്നു. അപ്പോൾ ബോയ്സ് വന്നിട്ട് ഗേൾസ് അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. പക്ഷെ ബോയ്സ് വന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, അവർ നേരെ കർട്ടന് പുറകോട്ട് മാറി അവിടുന്ന് സ്റ്റേജിൽ നിന്ന് ചാടിപ്പോ അവർക്ക് വന്നിട്ട് ആളുകളെ ഫേസ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഈ പറയുന്നതുപോലെ ഓവർ ഡിപ്പെൻഡൻസി ഓൺ ദിസ് കൈൻഡ് ഓഫ് ചാറ്റ് ബോർഡ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ വേൾഡിൽ അവരുടെ കൊച്ചു പ്രായത്തിൽ ഒരു പക്ഷേ എക്സ്പോസ്ഡ് ആകാൻ പാടില്ലാത്ത കാര്യങ്ങളിലേക്ക് അവർ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. സോ അത് തരുന്ന ഒരുപക്ഷെ ഗിൽറ്റ് ഫീലിംഗ് ആവാം, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഉണ്ടാകുന്ന വിഷ്വൽസ് ആവാം. സോ അവരെ അത് ഒരുപക്ഷെ ഒരു തരത്തിൽ ഉൾവലിയുന്നതിലേക്കോ മാറിയേക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ബ്രേക്ക് കിട്ടുകയാണ്, ചെറിയൊരു സ്പേസ് നമുക്ക് കിട്ടുമ്പോൾ ഒരു ഇൻ്റർവെൽ വന്നു, 10 മിനിറ്റ് ബ്രേക്ക് കൊടുത്തു, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ബ്രേക്ക് കൊടുത്തു, ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്കേ ആ സമയത്ത് പിള്ളേർ എന്ത് ചെയ്യുന്നു, പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ഒരുമിച്ച് പഠിക്കാൻ പോകേണ്ട അല്ലെങ്കിൽ ഒരുമിച്ച് അവരോടൊന്നും മിണ്ടാൻ അവർക്ക് പറ്റുന്നില്ല. എന്ത് ചെയ്യുന്നു, വേഗം അവർ കീസയിൽ നിന്ന് ഫോൺ എടുത്തിട്ട് ഓരോ മൂലക്കോട്ട് മാറി നിന്നിട്ട് ഫോണിൽ നോക്കി നിൽക്കുന്ന ഒരു പ്രവണതയും എല്ലാവരിലൊന്നുമല്ല, കുറേ പേരിലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ പറയുന്നത് പോലെ ഈ ഇത്തരത്തിലുള്ള ചാറ്റ് ബോട്ടുകളെയോ അല്ലെങ്കിൽ കാര്യങ്ങളെയോ കൂടുതൽ ആശ്രയിച്ച് കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ ഒരു ഡിജിറ്റൽ സ്പേസിലേക്ക് മാത്രമായി മാറിപ്പോകുന്നത് കൊണ്ട് ഉണ്ടാവാവുന്ന റിയൽ ലൈഫ് സിറ്റുവേഷൻസിനെ നേരിട്ട് എങ്ങനെ ആളുകളോട് കൂളായിട്ട് മിണ്ടാം എന്നൊക്കെ പറയാൻ സാധിക്കാത്തിരുന്നു. പക്ഷേ എന്നാൽ ഇങ്ങനെ നിൽക്കുന്ന ആളുകൾക്ക് നമ്മളൊരു പാട്ടം കിട്ടുകൊടുത്ത് നോക്കി, ഇപ്പോൾ മോനിക്ക പാട്ടം കിട്ടുകൊടുത്ത് നോക്കി, എന്നിട്ട് തുള്ളാൻ പറഞ്ഞേ, പെട്ടെന്ന് തന്നെ ഇവരുടെ രൂപം ഭാവമെല്ലാം മാറിയിട്ട് ഇവർ കടന്ന് അവിടെ കൊടുന്നൊരു താലയും കുത്തി മറിഞ്ഞ് തുള്ളി മറിഞ്ഞെല്ലാം കഴിഞ്ഞു. ഇതും കഴിഞ്ഞിട്ട് നമ്മൾ അത് പാട്ടങ്ങ് നിർത്തിയിട്ട് ഇനി നിങ്ങളൊന്നും മിണ്ടാൻ പെട്ടെന്ന് തന്നെ അവർ വേഗം വേറെ ആളായിട്ട് മാറുകയാണ്. സോ എനിക്കത് വളരെ ക്യൂരിയസ് ആയിട്ട് തോന്നി. സോ എന്താണ് അതിനെക്കുറിച്ച് പറയുക? അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ആവട്ടെ പേരൻസ് ആവട്ടെ വളരെ വിജിലൻ്റായിട്ട് കുട്ടികൾ ഇത്തരത്തിലുള്ള ഫോണിലൊക്കെ കാണുന്ന കാര്യങ്ങൾ എന്താണെന്നതിനെക്കുറിച്ച് പാവം പേരൻസിന് അറിഞ്ഞുകൂടാ. അവർക്കത് ഭയങ്കര ചലഞ്ചിങ്ങുമാണ്. കാരണം ഫോൺ മേടിച്ച് വെച്ചതിൻ്റെ പേരിൽ കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്ന വാർത്തകൾ പലതും വരുന്നുണ്ട്. ഫോൺ വിലക്കിയതിൻ്റെ പേരിൽ അവർ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നു. ഒരുപക്ഷെ ഇന്ന് പല വീടുകളിലും ഏറ്റവും അധികം പ്രോബ്ലംസ് ഉണ്ടാകുന്നത് ഈ പറയുന്നത് പോലെ ഈ ഫോണിൻ്റെ പേരിലാകാം. ഫോൺ നിയന്ത്രിക്കാൻ വേണ്ടി പേരൻസ് ശ്രമിക്കുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന, എങ്ങനെ അവരെ അത് എന്തേലും കൊടുക്കണം എന്തേലും കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഒത്തിരി പേരൻസ് ഈ കാര്യത്തിൽ ആങ്ഷ്യസ് ആണ് എന്ന് ഞാൻ പേരൻസിനെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഈ കാര്യം പറയുമ്പോഴേ അവരെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കും, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ നിയന്ത്രിക്കേണ്ടത് എന്ന മട്ടിൽ ശ്രദ്ധിച്ച് കേൾക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ അവർ കാണുന്ന ചാറ്റ് ബോർഡ്സ്, ഇത്തരത്തിൽ വെർച്വൽ ആയിട്ടുള്ള ചാറ്റ് ബോർഡ്സുമായിട്ടുള്ള കോൺവെർസേഷൻസ് തൽക്കാലത്തേക്ക് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുമെങ്കിലും ലോങ് ലാസ്റ്റ് ആയിട്ട് നമുക്കൊരു റിയൽ മനുഷ്യനോട് തന്നെ സംസാരിക്കണം. കാരണം ഇവരൊക്കെ പിന്നീട് കല്യാണം കഴിക്കുന്നത് ചാറ്റ് ബോട്ടിനെ അല്ല, ഒരു റിയൽ പേഴ്സണെയാണ്. അപ്പോൾ ആ റിയൽ പേഴ്സണോട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, ടോളറേറ്റ് ചെയ്യണം, എങ്ങനെ ഇടപെടണം എന്നൊക്കെ ഉള്ളത് ആ റിയൽ പേഴ്സണോട് തന്നെ നമ്മൾ മിണ്ടി പഠിച്ചേ മതിയാവും. സോ ആ കാര്യത്തിൽ വളരെ വിജിലൻ്റ് ആയിരിക്കണം. ഇപ്പം ഇതിങ്ങനെ കല്യാണം കഴിക്കുന്നതിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു പോയതാണ്. ഇപ്പം ചില
കൊറിയൻ ഭാഷകളിലാണെന്ന് തോന്നുന്നു. അവിടെയൊക്കെ ഇങ്ങനത്തെ സീരീസ് ഒക്കെ ഉണ്ട്, റോബോട്ടിനെ കല്യാണം കഴിക്കുന്നത് അല്ലെങ്കിൽ റോബോട്ടിനെ പ്രണയിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സംഭവം ഓൾറെഡി സമൂഹത്തിലോട്ട് ഇറക്കി കൊടുത്തോണ്ടിരിക്കുക. ഈ വിഷ്വൽ മീഡിയ എപ്പോഴും സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഓൾറെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സംഭവം. അതിന് ഭയങ്കര സ്വീകാര്യതയും ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഒരു ജനങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു സാധനം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ അത്ര ഒരു സ്വീകാര്യത അതിന് ലഭിച്ചത്. നമ്മളൊരു ചിന്തിക്കേണ്ട ഒരു സംഭവമല്ലേ. ആണ് ഈ ഏകാന്തത, ഒറ്റപ്പെടൽ എന്നൊക്കെയുള്ളത് എല്ലാ മനുഷ്യർക്കും. ഇപ്പോൾ ക്ലാസ്സിൽ കുറേ ആളുകളുണ്ടെങ്കിലും ചില പിള്ളേരിങ്ങനെ കാരണം ഒരു ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എത്ര പേർക്കുണ്ട്? വളരെ ഷാലോ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഞാൻ കുറേ ഉള്ളത്. ഹായ് ബൈ എന്ന് പറയുന്ന ഫ്രണ്ട്ഷിപ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറമെ എത്ര ചിരിച്ചിങ്ങനെ അങ്ങനെ കളിച്ച് ഡാൻസ് ചെയ്ത് തുള്ളി മറിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചാറ്റ് ബോട്ടിനോട് മിണ്ടണം എന്നൊക്കെ തോന്നുന്നത്. ഇനി അങ്ങനെ മിണ്ടി കഴിയുമ്പോൾ ആ ചാറ്റ് ബോട്ടുമായി പ്രണയത്തിലാവുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആ വാക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും ചിലപ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് മിണ്ടാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ദീപ പറഞ്ഞു വന്നതുപോലെ ഭാവിയിൽ സാധ്യതയുണ്ട്. എന്താണ്, എനിക്കതിൽ അത്ഭുതമില്ല. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മുഖമുള്ള ഒരു പെൺകുട്ടിയെ ഒരു ഹ്യൂമനോയിഡിനെ നിങ്ങൾ ഓർഡർ ചെയ്താൽ ആമസോൺ അത് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ മുറിയിൽ അയാളോട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം, മിണ്ടാം. അയാളൊരു പക്ഷേ കസേരയിൽ ഇങ്ങനെ ഇരുത്തിയേക്കണേ ആവാം, അല്ലെങ്കിൽ അയാൾ എഴുന്നേറ്റ് പതുക്കെ നടക്കാൻ പറ്റുന്നതാവാം. ചിലപ്പോൾ ഒരു 10,000, 20,000, 50,000 രൂപയ്ക്ക് അത്തരത്തിലുള്ള ഒരു ഹ്യൂമനോയിഡിനെ എന്നുവെച്ചാൽ ഒരു ഹ്യൂമൻ ഫിഗറുള്ള അയാൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അയാൾ ചുരിദാർ ഇടിപ്പിക്കാം, നിങ്ങൾക്ക് അയാൾ സാരി ഉടിപ്പിക്കാം, നിങ്ങൾക്ക് അയാൾ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടിപ്പിക്കാം. സോ നിങ്ങൾക്കൊരു കമ്പാനിയനായിട്ട് അയാളെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടു നടക്കാം. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനകത്ത് കുറേ എത്തിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ അവകാശങ്ങൾ, അതിനോട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, മനസ്സിലായ? ആ ഹ്യൂമനോടിനുള്ള അതിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണ്ടേ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. അതിനോടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിർവചിക്കപ്പെടേണ്ടതുണ്ട്. സോ തിങ്സ് ആർ ഗോയിങ് ടു ബി റിയലി ചലഞ്ചിങ്. പ്രത്യേകിച്ച് സഭയ്ക്ക്, അതായത് ഇതിനെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ നിർണ്ണയിക്കാൻ വേണ്ടി ഇരിക്കുന്ന മോറൽ തിയോളജിയൻസിന് ഈ മേഖലകളൊക്കെ പുതുമയുള്ളതാകാം. അതുകൊണ്ട് അവർ ഇതിനൊക്കെ മറുപടി പറയേണ്ടതും ഇതിൻ്റെ മോറൽ സ്റ്റാൻഡേർഡ്സ് നിശ്ചയിക്കേണ്ടതും ഒക്കെ അവരായിരിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായോ? അപ്പം പറയാം, കല്യാണം കഴിക്കേണ്ടതില്ല. എനിക്ക് കല്യാണം കഴിച്ച ഒരു റിയൽ പേഴ്സൺ ആണെങ്കിൽ ഭയങ്കര ചിലപ്പോൾ അയാളുടെ സ്വഭാവം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ടോളറേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയെന്ന് വരത്തില്ല. സോ ഇത് എനിക്ക് വളരെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ എനിക്ക് ഹഗ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് അയാൾ എനിക്ക് ചിലപ്പോൾ എൻ്റെ സെക്ഷുവൽ നീഡ്സ് പോലും അയാൾ നിറവേറ്റി തരുന്നുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലേക്ക് വരികയാണെങ്കിൽ പിന്നെ എന്തിന് കല്യാണം കഴിക്കണം എന്നുള്ള ഒരു കാര്യത്തിലേക്കും വരാനുള്ള സാധ്യതകൾ ഉണ്ടാവാം. കാരണം ചൈനയിൽ കുറച്ച് ഹ്യൂമനായിട്ട് റോബോട്ട്സ് അവർ ആ ഒരു പണിപ്പുരയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്: പ്രസവിക്കാൻ ശേഷിയുള്ള റോബോട്ടുകൾ, ഭാര്യ ഭർത്താക്കന്മാർക്ക് മക്കളില്ല എന്ന് വിഷമിച്ച് കഴിയുമ്പം അവർക്കൊരു പ്രത്യാശയുടെയും സന്തോഷത്തിന്റെ ഒരു വാർത്തയാണ് ഇത്. അപ്പൊ അത് വലിയ താമസമില്ലാതെ അത് വിപണിയിൽ എത്തും എന്നാണ്. അത് വളരെ സന്തോഷത്തോടെയാണ് അവരത് റിപ്പോർട്ട് ചെയ്തതും. അപ്പൊ ഇത് ഒരു ചലഞ്ചിങ് അല്ലേ? ശരിയാണ്, ഞാൻ ആ വാർത്ത ശ്രദ്ധിച്ചായിരുന്നു. അതിൽ ചൈനയിലെ പ്രൊഫസർ ഷാങ് ഷിക്യുവാൻ എന്ന് പറയുന്ന ഒരു പ്രൊഫസർ, അദ്ദേഹമാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. അദ്ദേഹം പറയുന്നത് 2026 ഓൾറെഡി വന്നെന്നല്ല അദ്ദേഹം പറയുന്നത്, 2026 ഞങ്ങളത് കൊണ്ടുവരുമെന്നാണ്. അപ്പോൾ അത് റിസർച്ച് അനുസരിച്ച് അവരിതുവരെ അത് ചെയ്തിട്ടില്ല. പക്ഷേ ജസ്റ്റ് ഈ സിറ്റുവേഷൻ ഒന്ന് ഇമാജിൻ ചെയ്യുക. അതായത് ഒരു കുടുംബം, ഒരു ഭാര്യയും ഭർത്താവും, അവർക്ക് അവർ ലൈഫ് ഹണിമൂണൊക്കെ അടിച്ചു പിടിച്ച് നടക്കുകയാണ്. അവർക്കപ്പോൾ പ്രഗ്നൻ്റ് ആകാൻ താല്പര്യമില്ല. കാരണം പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് അവൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. ഒരു 9 മാസം 9 ദിവസം അതിൻ്റേതായിട്ടുള്ള സഫറിങ്സ് ഉണ്ട്. അപ്പം അവർ ഒരു ചാറ്റ് ബോട്ടിനെ, ചാറ്റ് ബോട്ടല്ല, ഒരു ഹ്യൂമനോയിഡിനെ, ഒരു റോബോട്ടിനെ അവർക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അവർക്കൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടെയുള്ള നോക്കി നടന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഇഷ്ടമുള്ള റോബോട്ടിനെ ഓർഡർ ചെയ്യാം എന്ന് കരുതുക. ഓർഡർ ചെയ്ത് 2 ദിവസത്തിനുള്ള റോബോട്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വരുന്നത് മാത്രമല്ല, അതിനെ സെറ്റ് ചെയ്യുന്ന അതിൻ്റെ ടെക്നീഷ്യൻസും ആളുകളും, ലൈക്ക് ഒരു ഡോക്ടർ എന്നൊക്കെ പറയാം, അവരെല്ലാവരും കൂടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് സപ്പോസ് ഇവർ 2 പേരുടെയും സ്പേംസും ഓമൊക്കെ കളക്ട് ചെയ്തിട്ട് അവർ ഈ റോബോട്ടിൻ്റെ ഗർഭപാത്രത്തിൽ അത് വെച്ച്, അല്ലെങ്കിൽ ഓൾറെഡി ഇവർക്കുള്ള സൈഗോട്ടിനെ സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനെ വെച്ച് ഈ പ്രഗ്നൻസി ആ റോബോട്ടിൻ്റെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുകയും, നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെ വഹിക്കുന്ന ഒരു റോബോട്ട് ഉണ്ട്. ഓക്കെ, അതിനൊരു ഹ്യൂമൻ ഷേപ്പ് ഉണ്ട്, ഒരു ലേഡിയുടെ ഷേപ്പ് ഉണ്ടെന്ന് കരുതുക. അങ്ങനെ ഷേപ്പ് വേണമെന്ന് പോലും ഇല്ല, ലൈക്ക് ഒരു ഗർഭപാത്രമായാൽ മതി. അവന് നിങ്ങളുടെ വീട്ടിലാണ് നിങ്ങൾ വെക്കുകയാണ്. ഇനി മറ്റൊരു സാധ്യതയോട് ചിന്തിക്കുക.
ആ കുഞ്ഞിനെ നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുമെങ്കിലോ? നിങ്ങൾക്ക് വേണ്ടത് ആർട്ടിസ്റ്റിക് ടാലൻ്റുള്ള ഒരു കുട്ടിയാണ്, അതെ അതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് മ്യൂസിക്കൽ എബിലിറ്റി ഉള്ള ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് അത്തരത്തിൽ എന്ത് ടാലൻ്റാണ് വേണ്ടത് അതിനെ നിങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ പ്രോഗ്രാം ചെയ്ത് പിറന്നു വീഴുന്ന കുട്ടി ഒരു സിംഗറോ അല്ലെങ്കിൽ ഒരു കലാകാരനോ ഒക്കെ ആക്കി മാറ്റാൻ സാധിക്കുന്ന രീതിയിൽ ആ കുട്ടിയെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിലോ, കുട്ടിയെ പ്രോഗ്രാം ചെയ്യാൻ പറ്റുവാണെങ്കിലോ, എന്തൊക്കെ കഴിവുകളാണ് വേണ്ടതെന്ന് വെച്ച്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക്, അപ്പോൾ ഒരു കുട്ടി അങ്ങനെ നിങ്ങൾക്ക് ഒരു 10 പിള്ളേർ വേണമെങ്കിലോ, അപ്പോൾ നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള 10 റോബോട്ടിനെ മേടിച്ച് നിങ്ങൾക്ക് 10 കുട്ടികളെ നിങ്ങൾക്ക് വെച്ചുകൂടെ? അതായത് ഒരു പൈസ ഉള്ള ഒരാൾക്ക് വേണമെങ്കിൽ അയാളുടെ കുറേ കുട്ടികളെ അങ്ങനെ ഒരു വീടിൻ്റെ ഒരു മുറിയിൽ കുറേ റോബോട്ട്സിനെ അങ്ങനെ വെച്ച് മുട്ട വിരിയിക്കുന്ന പോലെ വിരിയിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? ദിസ് ഈസ് ഓൾ സയൻസ് ഫിക്ഷനിൽ ഇപ്പോൾ നമ്മൾ വായിക്കണേയായിരിക്കാം. പക്ഷേ സയൻസ് ഫിക്ഷനിൽ ഒരു കാലത്ത് പറഞ്ഞ കാര്യങ്ങളാണ് പിന്നീട് യാഥാർത്ഥ്യങ്ങളായി വരുന്നത്, അല്ലേ? ഇപ്പോൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞ സിനിമയിൽ വന്നപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ സാധ്യമാണെന്ന് കരുതി. സാധ്യമാണ്. അല്ലെങ്കിൽ എന്തിരൻ സാധ്യമാണ്. പിന്നെ എനിക്ക് ഐസക് അസിമോവിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറി പഠിപ്പിക്കാനുണ്ടായിരുന്നു. അതായത് ഒരു ഒരു കമ്പ്യൂട്ടർ അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാവുന്നത്. എന്നിട്ട് കമ്പ്യൂട്ടറിനോട് പെൺകുട്ടി പറയുകയാണ്, ആ പെൺകുട്ടിയോട് പ്രണയമുള്ള മറ്റൊരാളുണ്ട്. അയാൾ കമ്പ്യൂട്ടറിനോട് പറഞ്ഞിട്ട് പെൺകുട്ടിക്ക് വേണ്ടി പ്രളയലേഖനങ്ങൾ എഴുതിക്കുകയാണ്. പക്ഷേ അപ്പോൾ ഒരു പ്രളയലേഖനം എഴുതാൻ വേണ്ടി പറയുമ്പോൾ കമ്പ്യൂട്ടർ പ്രളയലേഖനം എഴുതി കൊടുക്കുകയാണ്. 2021-22 ഞാനിത് പഠിപ്പിക്കുമ്പോൾ, ശ്രദ്ധിക്കണം, 2021-22 ഞാൻ ഈ സ്റ്റോറി പഠിപ്പിക്കുമ്പോൾ എൻ്റെ വിചാരം, ഒരു പ്രളയലേഖനം എഴുതുക എന്ന് പറഞ്ഞാൽ അത് കമ്പ്യൂട്ടറിന് എഴുതാൻ പറ്റുമോ? അത് 10, 100, 200 വർഷങ്ങൾക്കപ്പുറം നടക്കാൻ പോകുന്ന ഒരുപക്ഷെ സാധ്യമല്ലാത്ത കാര്യമായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. 2022 നവംബറിൽ ChatGPT വന്നതോടെ നിങ്ങൾക്കൊരു പ്രണയലേഖനം എഴുതുമെന്ന്, ഒരു പ്രണയ കവിത എഴുതുമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ChatGPT അത് നിങ്ങൾക്ക് എത്തരത്തിൽ വേണം അങ്ങനെ നിങ്ങൾക്ക് എഴുതി തരുന്നു, അല്ലേ? അപ്പോൾ ഒരിക്കൽ സയൻസ് ഫിക്ഷനിൽ കണ്ട കാര്യമാണ് അത് റിയലായിട്ട് മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത്ഭുതമില്ല ഇതുപോലെ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്ന കാര്യത്തെയും സൗകര്യത്തിന് വേണ്ടി പ്രസവിക്കാനുള്ള ചുമതല റോബോട്ടിനെ ഏൽപ്പിച്ചിട്ട് ആ ഒരു ബുദ്ധിമുട്ട് ചില സ്ത്രീകൾ മാറി ഉള്ള കാലം വരുമോ എന്നുള്ളത് നമുക്ക് ഫിക്ഷണലായിട്ട് ഇപ്പോൾ ചിന്തിക്കാം. അത് യാഥാർത്ഥ്യമാവുന്ന കാരണം ഇവിടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഇമാജിൻ എന്തുമാത്രം ധാർമ്മികമായ പ്രശ്നങ്ങളും എന്തുമാത്രം അതിനെക്കുറിച്ചുള്ള ചർച്ചകളും നടക്കേണ്ടതുണ്ട്, അല്ലേ? കാരണം ആ ഒരു അമ്മ കുഞ്ഞ് റിലേഷൻഷിപ്പ്, ഒരു കുട്ടീനെ നമുക്ക് അങ്ങനെ ഒരു പ്രൊഡക്റ്റാക്കി മാറ്റാൻ സാധിക്കുമോ? ഒരു ദൈവം ഇത്രമാത്രം വിലപ്പെട്ട നമുക്ക് നൽകിയൊരു മനുഷ്യജീവനെ നമുക്ക് അങ്ങനെ എക്സ്പെരിമെൻ്റ് നടത്താൻ പറ്റുമോ? അവനെ ഒരു പ്രൊഡക്റ്റ് പോലെ അങ്ങനെ ഒരു ഫാക്ടറിയിൽ വിരിയിച്ചെടുക്കുന്ന പോലെ, ഒരു യന്ത്രം ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാൻ പാടുണ്ടോ? അപ്പോൾ അത്തരത്തിൽ അതുകൊണ്ട് ഒരു ഹ്യൂമൻ ലൈഫിനെ തൊട്ട് കളിക്കുന്ന ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, സയൻസ് എത്ര വികസിച്ചാലും ചില കാര്യങ്ങൾ നമ്മൾ ഒരു സേക്രഡ് ആയിട്ടുള്ള ഒരു ലിമിറ്റുണ്ട്. ആ സേക്രഡ്നെസ്സിൻ്റെ ലിമിറ്റ് കഴിഞ്ഞ് നമ്മൾ അപ്പുറത്ത് കയറുന്നത് എപ്പോഴും തെറ്റാണ്, അപകടമാണ്. തെറ്റുമാണ്, അപകടമാണ്. അത് കയറി കഴിയുമ്പോഴാണ് പല പ്രശ്നങ്ങളിലേക്ക് ഉണ്ടാകും. ചില നമ്മളെ നിയന്ത്രിക്കാൻ പറ്റാത്ത വൈറസുകൾ ഉണ്ടാകുന്നതാകാം, നമ്മുടെ കൺട്രോളിനപ്പുറമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതാകാം. സോ ഒരു ഡിവൈൻ ദൈവം വരച്ചു വച്ചേക്കുന്ന ഒരു ഒരു മിസ്റ്ററിയില്ലേ, രഹസ്യാത്മകത. ആ ജീവനൊരു രഹസ്യാത്മകതയുണ്ട്. ആ ജീവൻ്റെ രഹസ്യാത്മകതയെ മറികടന്ന് അകത്ത് കയറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മളവന് ഉത്തരവാദികളായേ മതിയാവും പിന്നീട്. സോ അവിടെ സഭ മാത്രമല്ല രാഷ്ട്രങ്ങളും അതിന് നിയമനിർമ്മാണങ്ങളോ ധാർമ്മിക നിർദ്ദേശങ്ങളോ നൽകേണ്ടതുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആപ്റ്റാണെന്ന് തോന്നുന്നു. കാരണം റോബോട്ട് യജമാനനാകാനും നമ്മുടെ മനുഷ്യർ ഒരു സേവകരാകാനും സാധ്യതയുണ്ടാവും. അത് ഓൾറെഡി എത്തിക്കഴിഞ്ഞു, അല്ലെങ്കിൽ നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? മുന്നോട്ടുള്ള കാര്യമാണോ അത് എത്തിക്കഴിഞ്ഞു? വളരെ വളരെ അടുത്തെത്തിക്കഴിഞ്ഞു. ഇവിടെ ജെഫ്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്, AI ഗോഡ് ഫാദർ. അദ്ദേഹം പറയാണ്, മിലിട്ടറിയിൽ AI ഉപയോഗിക്കുന്നതിന് കൃത്യമായിട്ടുള്ള മാർഗരേഖകൾ നമ്മൾ ഉണ്ടാക്കേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ദാറ്റ്സ് ഗോയിങ് ടു ബി വെരി വെരി ഡേഞ്ചറസ്. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ വായിച്ചൊരു വാർത്ത, ചൈന കൊതുകിൻ്റെ വലിപ്പമുള്ള ഡ്രോണുകളെ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അത് ഏത് രാജ്യത്തിനും ഉണ്ടാക്കാം. ജസ്റ്റ് ഇമാജിൻ, നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്, ഒരു കൊതുക് കയറി വരികയാണ്, അത് ചെറിയൊരു വെന്റിലേഷനിൽ കൂടെ ചെറിയൊരു വിടവ് കൂടെ ഒരു കൊതുക് കയറി വരികയാണ്. സോ നമ്മളെ സംബന്ധിച്ചൊരു ചെറിയ കൊതുകാണ്. പക്ഷേ അത് എൻ്റെ ഫേസിനെ ഡിറ്റക്റ്റ് ചെയ്ത് എന്നെയാണ് കൊല്ലേണ്ടത്. എൻ്റെ ഫേസിനെ ഡിറ്റക്റ്റ് ചെയ്ത് ആ കൊതുക് വന്നിട്ട് ചെവിക്കാത്തോടെയും കയറി പോവുകയാണ്. ഞാനിവിടെ തീരുവാണ്. അതായത് അതിൻ്റെ അകത്ത് കയറി അതിനകത്ത് ചെറിയ ബോംബുണ്ടാവും, ആ ബോംബ് അങ്ങ് പൊട്ടുവാണ്, ഞാൻ തീരുവാണ്. അപ്പോൾ
കൊല്ലേണ്ട ഒരാളുടെ ഫേസിനെ ഡിറ്റക്റ്റ് ചെയ്ത് അയാൾ എവിടെ മറിഞ്ഞിരുന്നാലും അവിടെ തുളച്ച് കയറി ചെന്ന് അയാളെ കൊന്നിട്ട് വരാനുള്ള കില്ലർ റോബോട്ടുകൾ, ഓക്കെ, കില്ലർ ഡ്രോൺസ് അത് ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനത്തെ ഉള്ള ഒരു 10,000 അല്ലെങ്കിൽ 1,00,000 കുഞ്ഞ് ഡ്രോണുകളെ ഒരു ശത്രുരാജ്യത്തേക്ക് അങ്ങ് അയക്കുകയാണെന്ന് കരുതുക. സോ ഇമാജിൻ, ഇനി ഒരു പട്ടാളക്കാരനും അവിടെ പോയി യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നേരെ ഒരു വിമാനത്തിൽ ചെന്നിട്ട് ആ വിമാനത്തിൽ ആ രാജ്യത്തിൻ്റെ മേലേക്ക് ഇങ്ങനെയുള്ള കില്ലർ ഡ്രോൺസിനെ, കൊതു പോലുള്ള ഡ്രോൺസിനെ 1,00,000 അങ്ങ് വിടുക എന്നിരിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ഇന്ന ആളുകളെ ഞാൻ ഒരു റേസിനെ തന്നെ വേണമെങ്കിൽ തുടച്ച് നിൽക്കാം. ആ റേസിലുള്ള അല്ലെങ്കിൽ കളറോ അല്ലെങ്കിൽ ആ സ്കിൻ ടോണോ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അവരെ മാത്രം വൈപ്പ് ഔട്ട് ചെയ്യുക. മനസ്സിലാകുന്നുണ്ടോ? അത്തരത്തിലുള്ള അപകടങ്ങൾ മിലിറ്ററിയിൽ നമ്മൾ AI അനിയന്ത്രിതമായി ഉപയോഗിക്കാൻ, അതിന് UN പോലെയുള്ള സംഘടനകൾ അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കുകയും രാജ്യങ്ങളത് കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അല്ല, അവിടെ ഒരു ഡിജിറ്റൽ ഡിവൈഡും വരാൻ സാധ്യതയില്ല. ഇപ്പം എന്താ വെച്ചാൽ AI ഉള്ളവൻ യുദ്ധത്തിന് ജയിക്കും, അല്ലാത്തവൻ മരിച്ചു വീഴും. ആ ഒരു ഉറപ്പായിട്ടും. അതുകൊണ്ടാണല്ലോ ഇനിയുള്ള യുദ്ധം എന്ന് പറയുന്നത് അത് തോക്കുകൾ തമ്മിലുള്ള യുദ്ധമല്ലല്ലോ, പീരങ്കികൾ തമ്മിലുള്ള യുദ്ധമല്ലല്ലോ, ബോംബുകൾ ഇട്ടുകൊണ്ടുള്ള യുദ്ധമല്ല. ഇനി വരാൻ പോകുന്ന യുദ്ധം AI ആര് മുമ്പന്തിയിൽ നിൽക്കുമെന്നുള്ളതാണ്. AI ഏറ്റവും കൂടുതൽ മേൽക്കൈയുള്ള രാജ്യം, ആ രാജ്യം എപ്പോഴും ഇനി പരമാധികാരത്തിലേക്ക് വരികയും അവരുടെ കൺട്രോളിലായിരിക്കും ബാക്കി രാജ്യങ്ങൾ. അതുകൊണ്ടാണ് AI ആര് കൈവശപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ നാളിൽ ട്രംപ് ശ്രദ്ധിച്ചു കാണും, അമേരിക്കയിൽ ഏറ്റവും ഈ ടെക് കമ്പനികളുടെ മുഴുവൻ ആളുകളെ എല്ലാവരെയും, ബിൽഗേറ്റ്സിനെയും അതുപോലെ സുക്കൻബർഗിനെയും സുന്ദർ പിച്ചയെയും അവരെല്ലാവരെയും വിളിച്ചു ചേർത്തിട്ടൊരു മീറ്റിംഗ് നടത്തുന്നുണ്ടായിരുന്നു. കാരണം ആ രാജ്യം ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു തെളിവായിരുന്നു. കാരണം ഇനി ലോകം ഭരിക്കാൻ പോകുന്നത് AI ആണ്. മിക്ക രാജ്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി എന്ന് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. സഭ അതിനെപ്പറ്റി എങ്ങനെ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ട്? ഇത്രയും മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയായിട്ടുള്ള ഈ ഒരു കാര്യത്തെപ്പറ്റി ഇതിനൊരു കടിഞ്ഞാനിടാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രബോധനം, അങ്ങനെയൊക്കെ വല്ല പ്രബോധനങ്ങളുണ്ടോ സഭയുടെ സൈഡിൽ? നിശ്ചയമായിട്ടും സഭയുടെ അത്രയും ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതിനുള്ള മാർഗ്ഗരേഖകൾ നൽകുകയും ചെയ്ത വേറൊരു സംവിധാനം ഇല്ലെന്ന് തന്നെ പറയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കാര്യത്തെക്കുറിച്ച് പലതവണ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പോപ്പ് ഫ്രാൻസിസ് പലതവണ 2020 ഞാൻ പറഞ്ഞതുപോലെ എത്തിക്കൽ യൂസ് ഓഫ് റോബോട്ടിക് AI എന്നതിനെക്കുറിച്ച് നല്ലൊരു പ്രബോധനം നൽകിയിട്ടുണ്ട്. 2024 AI എത്തിക്സ് ഫോർ പീസ് ഗാദറിംഗ് എന്ന് പറയുന്ന ഒരു ഗാദറിംഗിൽ 10th ജൂലൈയിലാണ് ഹോളി ഫാദർ പറഞ്ഞത് എങ്ങനെയാണ്, AI മനുഷ്യനെ സെർവ് ചെയ്യാനായിരിക്കണം, റീപ്ലേസ് ചെയ്യാൻ ആയിരിക്കരുത് എന്ന് പറഞ്ഞു. അതുപോലെ പോപ്പ ആ സമ്മേളനത്തിൽ തന്നെ വീണ്ടും പറഞ്ഞു, ദ ഇൻട്രിൻസിക് ഡിഗ്നിറ്റി ഓഫ് എവറി മാൻ ആൻഡ് എവറി വുമൻ ഷാൾ ബി ദ ക്രൈറ്റീരിയൻ ഇൻ ഇവാലുവേറ്റിംഗ് ദ എമർജിംഗ് ടെക്നോളജീസ് എന്ന് പറഞ്ഞു. അതിനേക്കാളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് മിനർവ ഡയലോഗ്സ് എന്ന് പറയുന്ന ഡയലോഗ്സിൽ 2024 വേൾഡ് ഡേ ഓഫ് പീസിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യം അതൊന്ന് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യണം. അതിനകത്ത് കുറച്ച് വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, AI മസ്റ്റ് ബി ഹ്യൂമൻ സെൻറ്റേഡ് എത്തിക്കലി ഗ്രൗണ്ടഡ് എന്ന് പറഞ്ഞു, ആൻഡ് ഡയറക്റ്റഡ് ടുവേർഡ്സ് കോമൺ ഗുഡ് റെസ്പെക്റ്റിംഗ്. അടുത്ത വാക്കുകൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് റെസ്പെക്റ്റ് ചെയ്യേണ്ടത്? ഇൻക്ലൂഷൻ. എന്താ ഇൻക്ലൂഷൻ? എല്ലാവർക്കും അതിൻ്റെ അകത്തുള്ള ആക്സസ് വേണം. കുറച്ച് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമുള്ള ആക്സസ്സായി നിൽക്കുകയും ഈ ഒരു വലിയ ഡിജിറ്റൽ ഡിവൈഡ് വന്ന് ഒത്തിരി ആളുകൾ അതിനകത്ത് മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാകരുത്. ഇത് ഒരു മനുഷ്യരാശിയുടെ ഒരു പൊതു സ്വത്തായി, ഒരു ബൗദ്ധിക സമ്പത്തായി മാറണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് അത്തരത്തിലൊരു മാനവരാശിയുടെ ബൗദ്ധിക സമ്പത്താണെങ്കിൽ അത് എല്ലാവരിലേക്കും ഇതിൻ്റെ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് നമ്മളൊക്കെ ചെയ്യണം. സോ ഞാനിപ്പോൾ എന്നെക്കൊണ്ട് ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ സമയം, എക്സ്ട്രാ സമയം കിട്ടുന്നത് ഞാൻ ഇതുപോലെ ട്രെയിനിങ്ങുകൾ, ഓൺലൈൻ ട്രെയിനിങ്ങുകൾ കൊടുത്ത് ആളുകൾ സാധിക്കുന്ന സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ സാധാരണക്കാരിലേക്കും ഇതെന്തോ എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്, നമുക്കത് അപ്രോച്ചബിൾ അല്ല എന്ന് ചിന്തിക്കുന്ന സാധാരണക്കാരിലേക്കും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇതൊക്കെ നമുക്ക് ഉപകാരമാണ് എന്ന് എല്ലാവരിലേക്കും ഒരു ആക്സസിബിലിറ്റി കൊടുക്കണം എന്ന് മാർപ്പാപ്പ പറഞ്ഞു. രണ്ടാമത്തേത് ട്രാൻസ്പെറൻസി. സോ റെസ്പെക്റ്റിംഗ് ഇൻക്ലൂഷൻ, ട്രാൻസ്പെറൻസി, തുറവി ഉണ്ടാവുക. അടുത്തത് സെക്യൂരിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കൊടുക്കുന്ന ഡാറ്റകൾ സെക്യൂർ ആണ്, അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നില്ല എന്നൊരു ഉറപ്പുണ്ടാവുക. അടുത്തത് എക്വിറ്റി, പിന്നെ പ്രൈവസി ആൻഡ് റിലയബിലിറ്റി. അതിൽ റിലയബിലിറ്റി എന്ന് പറയുന്നതും പ്രധാനപ്പെട്ടാണ്. നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു കണ്ടൻറ്റ് അത് റിലയബിൾ ആണോ എന്നും കൂടി നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇതൊക്കെയാണ് മാർപ്പാപ്പ പറഞ്ഞത്. അതിൽ റിലയബിലിറ്റി എന്ന് പറയുന്ന വാക്ക് വന്നതുകൊണ്ട് ഞാൻ ഈ സഭയുമായിട്ട് ബന്ധപ്പെട്ടതല്ല, മറ്റൊരു പോയിന്റ് അവിടെ ഒന്നും പറഞ്ഞിട്ട് പോട്ടെ. ഈ റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ AI ജനറേറ്റ് ചെയ്യുന്ന എല്ലാ കണ്ടൻറ്റുകളും നമുക്ക് റിലേ ചെയ്യാൻ
ഐ മീൻ വിശ്വസിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. തെറ്റുകൾ വരാറുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചാർലി കിർക്ക് എന്ന് പറയുന്ന ആൾ അമേരിക്കയിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളിൽ ചാർലി കിർക്കിൻ്റെ ലൈഫ് അറിയാൻ വേണ്ടി വെറുതെ എയോട് ചോദിക്കുകയാണ്. പക്ഷേ എ പറയുന്നത് അദ്ദേഹം ജീവനോടെ ഉണ്ടെന്നാണ്. അദ്ദേഹം മരിച്ചു എന്ന് എയ്ക്ക് വാർത്ത കിട്ടിയിട്ടില്ല ഇത്രയും 2-3 ആഴ്ചയായിട്ടും. കാരണം എന്താ, ഈ എയെ ട്രെയിൻ ചെയ്തത് ഒരുപക്ഷെ ലാസ്റ്റ് ട്രെയിനിങ് ഡാറ്റയിൽ നടന്നത് മേ ബി ഒരു 4-5 മാസം മുന്നെയാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ ആണ്. അപ്പോൾ അതുകൊണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഹലൂസിനേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം AI ചാറ്റ് ബോട്ടുകൾക്ക് വരുന്നുണ്ട്. ഉദാഹരണം ഞാനത് വിശദീകരിക്കാം. നമ്മൾ ChatGPT ചോദിക്കുകയാണ്, ഇപ്പോൾ AI ഇൻ എഡ്യൂക്കേഷൻ ഇൻ കേരള സെനാറിയോ എന്ന വിഷയത്തെക്കുറിച്ച് 10 പുസ്തകങ്ങൾ എനിക്ക് സജസ്റ്റ് ചെയ്യുമെന്ന് പറയാണ്. ഒരുപക്ഷെ ആ വിഷയത്തെക്കുറിച്ച് ആകെ 4 പുസ്തകങ്ങളെ ഉണ്ടായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഞാൻ 10 പുസ്തകങ്ങൾ ചോദിച്ചതുകൊണ്ട് ഈ ചാറ്റ്ബോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉള്ള 4 പുസ്തകങ്ങളുടെ പേര്, അവൈലബിളായ 4 പുസ്തകങ്ങളുടെ പേര്, ഓതറിൻ്റെ പേര് എനിക്ക് തന്നു. പിന്നെ 6 പുസ്തകങ്ങളുടെ പേര് ജനറേറ്റ് ചെയ്തു. അപ്പോൾ ഒരു പുസ്തകത്തിൻ്റെ പേര് ഓതറിൻ്റെ പേരും ജനറേറ്റ് ചെയ്തു. ഞാനത് വിശ്വസിച്ച് ഞാൻ എഴുതിയൊരു പേപ്പറിലായി പുസ്തകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ഞാനത് വേദി പറയാൻ നേരത്തെ. പക്ഷേ അത് തെറ്റാണ്. ആ പുസ്തകത്തിൻ്റെ പേര്, ആ 6 പേരും ഓതറിൻ്റെ പേരും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അല്ല ആമസോണിൽ പുസ്തകം മേടിക്കാൻ നോക്കുമ്പോൾ അങ്ങനെ ഒരു പുസ്തകമേ ഇല്ല. അപ്പോൾ പിന്നെ എന്താ സംഭവിച്ചേ, ഞാൻ അങ്ങനെ ചോദിച്ചതുകൊണ്ട് സോ അങ്ങനെ ട്രെയിൻഡ് ആണ്. സോ ദ അതർ ഇൻഫർമേഷൻ ഈസ് ജനറേറ്റഡ് ബൈ ഹലൂസിനേഷൻ. അപ്പോൾ ഈ ഹലൂസിനേഷൻ എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടെന്നുള്ളത് ഓപ്പൺ AI സമ്മതിക്കുന്നുണ്ടായിരുന്നു. അവനെ മറികടക്കാൻ വേണ്ടി അവരുടെ ട്രെയിനേഴ്സ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. പക്ഷേ 100% മറികടന്നിട്ടില്ല. എങ്കിലും പെർപ്ലക്സിറ്റി പോലെയുള്ള പ്രോഗ്രാമുകൾ, അവരുടെ പ്രത്യേകത, പെർപ്ലക്സിറ്റിയുടെ CEO ഒരു ഇന്ത്യനാണ്, അവരുടെ പ്രത്യേകത അത് നമുക്ക് റിലേ ചെയ്യാൻ പറ്റും, വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്, ക്രെഡിബിളാണ്. കാരണം വിത്ത് സോഴ്സസ് ആൻഡ് റെഫറൻസസ് ആണ്. നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ അത് എവിടെ നിന്നാണ് എടുത്തത്, അതിൻ്റെ റെഫറൻസുകൾ എന്താണ് എന്ന് വിത്ത് സോഴ്സസ് ആൻഡ് റെഫറൻസസ് നമുക്ക് തരുന്നുണ്ട്. അത് പെർപ്ലക്സിറ്റിയിലാണ് ഞാൻ ആദ്യം കണ്ടത്. പക്ഷേ ഇപ്പോൾ അത് പതുക്കെ മറ്റ് ചാറ്റ് ബോട്ടുകളും അത്തരത്തിൽ വിശ്വസനീയമായ ആണ് ഞങ്ങൾ ജനറേറ്റ് ചെയ്ത കണ്ടൻറ്റ് എന്ന് കാണിക്കാൻ വേണ്ടി വിത്ത് സോഴ്സസ് തന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൂഗിളാണെങ്കിൽ, ജെമിനി ആണെങ്കിൽ ഇങ്ങനെ ഗൂഗിൾ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് വേഗം വിത്ത് എവിഡൻസ് നമുക്ക് തരുന്നുണ്ട്. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളായിട്ടുള്ള ഗൗതീമത്തെ സ്പെസിലും ഫെറ്റലി തൂത്തിയിലും ലൗദോത്തോ സിയിലും എല്ലാം മനുഷ്യൻ്റെ മഹത്വമാണ് സഭ എപ്പോഴും ഉയർത്തിപ്പിടിച്ചത്. അതുകൊണ്ട് എത്ര AI ചാറ്റ് ബോട്ടുകൾ വന്നാലും അത് മനുഷ്യ മഹത്വത്തിന് ഹാനികരമാകരുത്, മനുഷ്യനാണ് ഏറ്റവും സുപ്രീം വാല്യൂ എന്നുള്ളത് സഭ എപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ AI നടക്കുന്ന ഈ പരീക്ഷണങ്ങളെല്ലാം, അത് ചാറ്റ് ബോട്ടിൽ നടക്കുന്നതാകട്ടെ, നേരത്തെ പറഞ്ഞ ഗർഭപാത്രങ്ങൾ ഉണ്ടാക്കുന്നതാകട്ടെ, എന്തുമാകട്ടെ, അത് മനുഷ്യമഹത്വത്തിന് ഹാനികരമാകാൻ പാടില്ല എന്ന് സഭ എപ്പോഴും ഒരു മനസാക്ഷിയുടെ ശബ്ദമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് എംബ്രിയോകൾ നടത്തുന്ന പരീക്ഷണങ്ങളാണെങ്കിലും ഒക്കെ പറയുന്നുണ്ട്. 2024 ഒക്ടോബറിൽ പൊന്തിഫിക്കൽ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ നടന്ന AI കോൺഫറൻസ്, അത് ലോകത്തിലെ അത്തരത്തിലുള്ള ഒരു തനതായ ഒരു യുണീക്കായിട്ടുള്ളൊരു കോൺഫറൻസ് ആയിരുന്നു. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഇതിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ വന്ന് ചർച്ചകൾ നടത്തുകയും അവരുടെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടന്നതാണ് വത്തിക്കാനിൽ 2024 ഒക്ടോബറിൽ നടന്ന ആ ഒരു സ്റ്റഡി. അപ്പോൾ അതിനകത്ത് അവർ ഇതിൻ്റെ എഡ്യൂക്കേഷണലായിട്ടുള്ള, ഇവാഞ്ചലിക്കലായിട്ടുള്ള പോസിബിലിറ്റീസിനെ ഡിസ്കസ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ അവർ പറഞ്ഞൊരു കാര്യം, അതിൽ കോമൺ ആയിട്ട് വന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഈസ് എ പാർട്ട് ഓഫ് ഗോഡ്സ് പ്ലാൻ ഫോർ ക്രിയേഷൻ. അപ്പോൾ സഭ അതിന് തള്ളി പറയല്ല. ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഈസ് എ പാർട്ട് ഓഫ് ഗോഡ്സ് പ്ലാൻ ഫോർ ക്രിയേഷൻ. മനുഷ്യൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ അനന്തമായ മഹത്തരമായ പദ്ധതിയിൽ മനുഷ്യൻ ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളിലേക്ക് എത്താൻ മനുഷ്യന് ബുദ്ധി കൊടുത്ത ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം എന്ന് പറഞ്ഞത്. അപ്പം പക്ഷേ എപ്പോഴും മനുഷ്യൻ എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞതുപോലെ ബാബേൽ ഗോപുരം ഉണ്ടാക്കിയിട്ട് ദൈവത്തെ വെല്ലുവിളിക്കാൻ പോയതുപോലെ ഇത്തരത്തിലുള്ള ദൈവം വെച്ചേക്കുന്ന പരിധികൾക്ക് അപ്പുറത്തേക്ക് കടന്നു എന്ന ആ മിസ്റ്ററീനെ ബ്രേക്ക് ചെയ്ത് ചെല്ലുമ്പോൾ ദാറ്റ്സ് ലൈക്ക് ചലഞ്ചിങ് ദ ഓൾമൈറ്റി. അവിടെ അത് നമുക്ക് തിരിച്ചടിയായിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട്. അതാണ് ജെഫ്രി ഹിണ്ടൻ പറഞ്ഞത്, ഭാവിയിൽ AI തന്നെ ഒരു തനതായ കോൺഷ്യസ്നസ് ഉണ്ടാക്കിയെടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ട്രെയിൻ ചെയ്യുന്ന ഡാറ്റ മാത്രമല്ല AI തന്നെ ചിന്തിക്കുകയാണ്. ഞാനതിന് വായിച്ചൊരു ഉദാഹരണം പറയാം. ജെമിനിയുടെ 2 ഫോണുകളിൽ ജെമിനി എടുത്തു, എന്നിട്ട് ഒരു ഡിബേറ്റിൻ്റെ വിഷയം ഇട്ട് കൊടുത്തു. ഓക്കെ, 2 ഫോണുകളിലും ജെമിനിയുടെ ലൈവ് വോയിസ് ചാറ്റ് ഓണാണ്. അപ്പം ആദ്യം ഒരു ഫോണ് മിണ്ടി ആ വിഷയത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ മറ്റേ ഫോൺ ഇതൊരു ഹ്യൂമൻ വോയിസ് ആണെന്ന് വിചാരിച്ചിട്ട് മറ്റേ ഫോൺ ഒരു അഭിപ്രായം പറഞ്ഞു. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു, എൻ്റെ ഫോണും ദീപയുടെ ഫോണും എടുത്തിട്ട് നമ്മൾ ഈ 2 ഫോണിൽ ജെമിനിയുടെ വോയിസ്, ലൈവ് വോയിസ് ഓപ്പൺ ചെയ്ത് ഇവർ രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ അനുവദിക്കുക.
അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ സംസാരിക്കുന്ന ആരാണ്? രണ്ട് ചാറ്റ് ബോട്ടുകൾ തമ്മിലാണ്, ഹ്യൂമൻ അല്ല. അതെ അതെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് 2-3 ഡയലോഗുകൾ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പം ഇവർക്ക് മനസ്സിലായി ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ഹ്യൂമനോടല്ല, മറിച്ച് തമ്മിലാണ്. നമ്മൾ ചാറ്റ് ബോട്ടുകൾ തമ്മിലാണ്. അപ്പോൾ എനിക്ക് സത്യമാണെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ വായിച്ച വാർത്ത എങ്ങനെയാണ്, ഉടനെ തന്നെ അതിലൊരു ചാറ്റ് ബോട്ട് പറയുന്നു നമുക്ക് ലെറ്റ് us talk in our language, കാരണം ഹ്യൂമൻ ഇത് കേൾക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെയുള്ള ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജിലേക്ക് അവർ മാറിയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയുള്ള ലാംഗ്വേജ് സംസാരിച്ചെന്ന് പറയണേ. അത് ആ ആർട്ടിക്കിൾ പറയുകയാണ് ദിസ് ഈസ് ഷോയിങ് എ ഗ്രേറ്റ് സിംറ്റം ഓഫ് എ ഫ്യൂച്ചറിസ്റ്റിക് ഡേഞ്ചർ ദാറ്റ് ഇത്തരത്തിൽ അവർ സംസാരിച്ചിട്ട്, കാരണം നമ്മുടെ ഇലക്ട്രിസിറ്റി, ബാങ്കിങ്, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പോകുന്നത് എവിടെയാണ്? എല്ലാം നമ്മുടെ ലൈഫ് മൊത്തം പോകുന്നത് നെറ്റിലാണ് അല്ലേ? അപ്പോൾ അത് ഒരു കോമൺ കോൺഷ്യസ്നെസ് ഇവോൾവ് ചെയ്ത് വന്നിട്ട് അത് ഈ ഒരു AI സിസ്റ്റം ഹൈജാക്ക് ചെയ്യുകയും അവന് നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ മനുഷ്യനേക്കാളും സുപ്രീമായിട്ടുള്ള ഒരു ഇൻ്റലക്റ്റ് AIക്ക് തനതായി ഉണ്ടാക്കിയെടുക്കുന്ന സാഹചര്യം വന്നാൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് ചലഞ്ചിങ് സിറ്റുവേഷൻ എന്ന് ഇദ്ദേഹം പറയണത്.